എന്റെ ഈ വരവ് ഈ മണ്ണിൽ ഒരിക്കൽ കൂടി വേരുറപ്പിക്കാൻ തന്നെയാണ്. അതിന്റെ കൂടെ പഴയ കണക്കുകൾ കൂടി തീരുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ് രാമനുണ്ണി. അത് തന്നെയാണ് എന്റെയും തീരുമാനം. ലോൺ അടയ്ക്കാൻ അച്ഛൻ എത്ര തവണ ശ്രമിച്ചതാ, ഒന്നും നടക്കാതെ പോയത് അച്ഛന്റെ കുറ്റമാണോ? ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കടം അല്ലല്ലോ ഇത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ച തീർക്കാമ്മ ഇത്. അമ്മ എനിക്കൊരു 3 വർഷ സമയം തന്നാ മതി. ഞാൻ പഠിച്ചൊരു നിലയിലെത്തും. ജോലി കിട്ടിക്കഴിഞ്ഞാ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. കടവും തീർക്കാം അമ്മേ. 3 വർഷം കഴിഞ്ഞ് നീ ചെയ്യുന്ന സഹായമല്ല ഇപ്പോഴീ കുടുംബത്തിന് വേണ്ടത്. നിനക്ക് ഈ കുടുംബത്തോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ കുമാറുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്ക്. അതാണിപ്പോ ഈ വീടിനെയും വീട്ടുകാരെയും രക്ഷിക്കാൻ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. വരുന്ന ബുധനാഴ്ചയാണ് വിവാഹം. ഒക്കെ ഇടിപിടിയെന്നായതുകൊണ്ടാണ് ക്ഷണിക്കാൻ വൈകിയത്. അതൊന്നും സാരമില്ല, നിങ്ങൾ എന്തായാലും വരും. നീ പോയി കാപ്പി എടുക്കും. വേണ്ട, കുറച്ചു മുമ്പ് കുടിച്ചതേ ഉള്ളൂ. എന്നാലും അപ്പൊ ശരി, മക്കളുമായിട്ട് കാലയെ കൂട്ടി അങ്ങ് എത്തണം. ശരി. ശരി ശരി ശരി. ഓ നമസ്കാരം. എന്തൊക്കെയുണ്ട് കുര്യച്ചാ വിശേഷം? എന്നാ പറയാനാ, അങ്ങനെ പോകുന്നു. സാറ് ചെറുമോളുടെ കല്യാണം വിളിക്കാൻ ഇറങ്ങിയതായിരിക്കും. അതെ, കുര്യച്ചന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആയിക്കോട്ടെ, ശരി ശരി. നമസ്കാരം. എന്താ രാജാ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ. എനിക്ക് ഒരിടത്തൂടെ കയറാനുണ്ട്. ഞാൻ കൂടി വരാച്ചാ. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. വേണ്ട, ദാസപ്പനും ചെന്നോളൂ. നമ്പ്യാരെന്താ ഈ വഴിക്ക്? ഇവിടെ സംഗീത സദസ്സൊന്നും നടത്തുന്നില്ലല്ലോ. അച്യുതൻ നമ്പ്യാർക്ക് ഇന്നേ വരെ ഒരു വേദി അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല രാമനുണ്ണി. പിന്നെ ഈ വരവ്, അത് നിന്നെ കല്യാണം ക്ഷണിക്കാനാടോ. നാടൊട്ടുക്ക് ക്ഷണിക്കുമ്പോൾ നിന്നെയും നിന്റെ പെങ്ങളെയും അളിയനെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, ഈ പടി നിങ്ങൾ ചവിട്ടി പോരുത്. കഴിഞ്ഞതൊക്കെ ഇത്ര വേഗം മറന്ന് ഈ മുറ്റത്ത് കയറി വന്ന് കല്യാണം വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നല്ലതിനല്ല നമ്പ്യാരെ, ഈ മടങ്ങി വരവ് നിങ്ങളുടെ നല്ലതിനല്ല. ഈ ചിരി മായും പഴയ കണക്കുകളൊന്നും ഈ രാമനുണ്ണി മറന്നിട്ടില്ല, മറക്കുകയുമില്ല.
എന്റെ ഈ വരവ് ഈ മണ്ണിൽ ഒരിക്കൽ കൂടി വേരുറപ്പിക്കാൻ തന്നെയാണ്. അതിന്റെ കൂടെ പഴയ കണക്കുകൾ കൂടി തീരുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ് രാമനുണ്ണി. അത് തന്നെയാണ് എന്റെയും തീരുമാനം. എന്റെ ചെറുമകളുടെ കല്യാണമാണ്. ജാനകിയെയും ഗോപിയെയും കൂട്ടി മുഹൂർത്തത്തിന് മുൻപ് തന്നെ വരണം. സദ്യ ഉണ്ടിട്ടേ പോകാവൂ. വരട്ടെ. അല്ല, ഈ കല്യാണ സാരി നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങുന്നു. അതിലിപ്പോ ഇത്ര ചർച്ച ചെയ്യാൻ എന്താണ്? അമ്മാവ, അതിപ്പം മന്ത്രകോടി വാങ്ങുമ്പം അമൃതയുടെ ഇഷ്ടം കൂടി ഒന്ന് നോക്കണ്ടേ? നീ എന്തൊക്കെയാ പറയുന്നേ? ഭാരതേട്ടനെ ഇത് കേട്ടോ? കേട്ടു. ഇതാ ശ്രീയേട്ടാ, ബദാമിട്ട പാലാ, കുടിക്ക്. അതിനിപ്പം ബദാമിട്ട പാല് വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അമ്പിളി. നിന്റെ ആരോഗ്യത്തിൽ അവൾക്ക് ശ്രദ്ധയുള്ളത് കൊണ്ടല്ലേ മനസ്സറിഞ്ഞ് അവൾ ഓരോന്ന് ചെയ്യുന്നേ. അതിനാണോ നീ അവളെ കുറ്റം പറയുന്നേ? ശ്രീയേട്ടൻ ഇത് കുടിക്ക്. ഇതാ. അല്ല, എനിക്ക് വേണ്ടാത്തോണ്ടാ. അങ്ങനെ പറയല്ലേ ശ്രീയേട്ടാ, ഇത് കുടിച്ചതുകൊണ്ട് ഒന്നും വരാനില്ല. ഇതാ കുടിക്ക്. ആ, ശ്രീയേട്ടന് വേണ്ടെങ്കിൽ ഇനി തന്നേക്ക്, ഞാൻ കുടിച്ചോളാം. അല്ല ഭരത, ശ്രീകുട്ടൻ പറയുന്നതിലും കുറച്ച് കാര്യമില്ലേ? എന്തു കാര്യം? ചെക്കന്റെ വീട്ടുകാർ കല്യാണ സാരി എടുക്കുന്നത് പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ?